ടു ഹോം റെസിപ്പി. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ ഒരു ബീഫ് ബിരിയാണിയാണ്. അതായത് കുക്കറിൽ ഞാൻ എങ്ങനെയാണ് ബീഫ് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് കടകളിലൊക്കെ നമ്മൾ ബീഫ് ബിരിയാണി വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ഞാൻ അതിനുവേണ്ടി ആദ്യം തയ്യാറാക്കാൻ എടുത്തിരിക്കുന്ന ഒരു കുക്കറാണ്. കുക്കറിലേക്ക് ഞാൻ ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി അതിലേക്ക് ഞാൻ പെരുംജീരകം, കറുകപ്പട്ട എല്ലാം കൂടെ ഒന്നിട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 സവാള അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. സവാള ഏകദേശം വഴണ്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ്. 1 സ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് ഇത്. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പോത്തിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ഞാൻ നന്നായിട്ട് ചതച്ച് ചെറുതായിട്ടൊന്ന് അരച്ചുകൊടുക്കുകയാണ്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. വെളുത്തുള്ളിയും കുരുമുളകും ആണല്ലോ പോത്തിൻ്റെ ഏറ്റവും മെയിൻ രുചി വരുന്നത്. നമുക്ക് അത് സ്വല്പം കൂടുതൽ ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇച്ചിരി ഏറെ ഇട്ട് കൊടുത്താലും നല്ലതാണ്. അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകമായിട്ട് തന്നെ അതിനകത്ത് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 3/4 കിലോ പോത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതിടാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതാണ്, അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നാടൻ പോത്തായതുകൊണ്ട് വേവ് ഇച്ചിരി കൂടുതലായിരിക്കും. നമുക്ക് ഈ പോത്തിട്ട് വേണ്ടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. പോത്ത് നമ്മൾ വേവിക്കുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. എന്നാലും ഒരു സ്വല്പം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 6 വിസിലെങ്കിലും കുറഞ്ഞത് അടിക്കണം. ഞാൻ അടച്ചു വെച്ചൊന്ന് വിസിലടിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള റൈസ് കൂടി തയ്യാറാക്കാം. അപ്പം അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോകണം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കറുകപ്പട്ട, പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പൂ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്, അതായത് 1 കിലോ അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്.
ആ അരി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകും. അതിനുശേഷം ഇത് നന്നായിട്ട് അതിനകത്ത് വന്ന വെള്ളമെല്ലാം ഒന്ന് അരി നന്നായിട്ടൊന്ന് ചൂടായി, അതായത് ഒന്ന് ഫ്രൈ ആയി കിട്ടണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാൻ പോവുകയാണ്. ഞാൻ അതിലേക്ക് വെള്ളം, അതായത് ഞാൻ 2.5 കപ്പോളം അരി ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു 5 കപ്പോളം വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഇനി അതിലേക്ക് സ്വല്പം ഉപ്പും കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാൻ പോകണം. റൈസും റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഒഴിച്ച വെള്ളം എല്ലാം നന്നായിട്ട് പറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എന്തോ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഒന്നൊന്നായിട്ട് തന്നെ വേർപെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ പോത്തൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകണം. ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ സ്വല്പം മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ ഒന്ന് വിതറി കൊടുക്കാൻ പോകണം. അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് മുന്തിരിങ്ങയോ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടാം. പക്ഷെ അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ഇടുന്നില്ല. ഞാനതൊക്കെ വാങ്ങിക്കാൻ മറന്നു. അതിനകത്തോടെ സ്വല്പം പൈനാപ്പിളിൻ്റെ എസൻസ് കൂടി ഞാൻ സ്വല്പം ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് ഒന്നുകൂടെ അടച്ചു വെച്ച ജസ്റ്റ് ഒരാവി, വിസിലൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒരാവി വന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് ഒരാവി വന്നിട്ടുണ്ട്. ഞാൻ കുക്കറൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ആക്കിയെടുക്കാം. കുക്കറൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം മസാലയെല്ലാം നമ്മുടെ റൈസിനകത്ത് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.